ചന്ദ്രശേഖരൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻപാകെയാണ്. ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖർ, PC ജോർജ്, ഷോൺ ജോർജ് എന്നിവർ നയിച്ച പ്രതിഷേധ ജാഥയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻപാകെ നടന്നിരുന്നത്. അവരുന്നയിക്കുന്ന ഏക വിഷയം മന്ത്രി വീണ ജോർജും VN വാസവനും രാജിവെക്കണമെന്നതാണ്. ഇന്ന് ഇവിടെ ബിന്ദുവിന് വേണ്ടി, ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ടി സർക്കാർ ആശുപത്രിയിൽ ആശിക്കുന്ന എല്ലാ മലയാളികളും അവരുടെ പേരിൽ ഇന്ന് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബിന്ദുവിന്റെ മരണം ഒരു ദുഃഖകരമായ മരണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ കാരണം ഒരു അപകടമല്ല, ഇതിന്റെ കാരണം അപകട രാഷ്ട്രീയമാണ്. സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ, അവരുടെ ക്രിമിനൽ നെഗ്ലിജൻസിന്റെ കാരണമാണ് ബിന്ദുവിന്റെ മരണം. ഇതിലാർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. 10:30 മണിക്ക് നടന്ന ആ കാര്യം 1:15 വരെ റെസ്ക്യൂ നടന്നില്ല. അത് എന്തുകൊണ്ട്? ഇവിടെ 2 മന്ത്രിമാർ ഇവിടെ വന്ന് ഒരു നാടകം, സർക്കാരിന്റെ ഇമേജ് രക്ഷിക്കാൻ ബ്ലോക്ക് ഓപ്പറേഷണൽ ആയിട്ടില്ല എന്ന് പറയുന്നു, ആർക്കും പരിക്കേറ്റില്ല എന്ന് പറയുന്നു, നുണ പറഞ്ഞ് 3 മണിക്കൂർ റെസ്ക്യൂ ഡിലേ ചെയ്തു. അതിനൊപ്പം PWD, CPM-ന്റെ മരുമകന്റെ ഡിപ്പാർട്ട്മെന്റ് PWD കെട്ടിയ ഒരു കെട്ടിടമാണത്. അപ്പൊ ഒരു അന്വേഷണം വേണ്ടേ? ഇത് ആര് ചെയ്ത അനാസ്ഥയാണെന്ന്, ഇത് ആരുടെ നെഗ്ലിജൻസ് ആണെന്ന് നടക്കണം. അന്വേഷണം വേണം. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ സാറ് TV ഇന്റർവ്യൂവിൽ പറയുന്നു, ഞങ്ങൾ ഇത് ഈ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്ന്. അദ്ദേഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു കേരള നാടാണ്. ഇവിടെ ജനാധിപത്യ സംവിധാനം നടക്കുന്ന നാടാണ്. ഇവിടെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ചോദിക്കാനും, മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് ചോദിക്കാൻ അവകാശമുണ്ട്. ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. DYFI ഇറങ്ങും. BJP DYFI കണ്ടുപേടിക്കുന്ന പാർട്ടിയല്ല. ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, രാജ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. DYFI ഇറങ്ങിയാലും അതിന്റെ മാനേജ് ചെയ്യാൻ തന്ത്രങ്ങൾ ഞങ്ങളറിയാം. അപ്പോ ഈ അന്വേഷണം നടക്കണം. ഇതിന് പിന്നിൽ ആരുടെ കുറ്റാണ് കണ്ടുപിടിക്കണം. വെറുതെ വിടില്ല. ഇത് NDA BJP തീരുമാനിച്ചു കഴിഞ്ഞു. ബിന്ദുവിന്റെ കുടുംബത്തിന് നീതി നൽകണം. നീതി നൽകണം വരെ ഞങ്ങൾ സമരം ചെയ്യും. 2 മന്ത്രി 3 മന്ത്രിമാര് ആരാണ് ഈ കുറ്റം, ആരുടെ കുറ്റമാണത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഈ സമരം ഞങ്ങൾ പിൻവലിക്കുള്ളൂ. ഒന്നത്. രണ്ടാമത്തെ പറയാനുള്ളത് ഇതാണ്, പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അവരുടെ ചുമതല എന്താണ്? 9 കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്നുവരെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിയിലോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലോ ആരോഗ്യ മേഖലയെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ തകർന്ന് ഇരിഞ്ഞു കഴിഞ്ഞ് കിടക്കുന്ന ഈ ആരോഗ്യ മേഖലയിൽ അതിനെക്കുറിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ്, ആരോഗ്യമന്ത്രി ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ചോദിക്കുമ്പോൾ അസംബ്ലിയിൽ ആരോഗ്യ മേഖലയെ കുറിച്ച് കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവര് തമ്മിൽ ഒരു ഫിക്സ്ഡ് മാച്ചാണ്. ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും CPM-ഉം. രാജ്യത്തിന് എല്ലായിടത്തും ഒരു അലയൻസിൽ ഇലക്ഷൻ മത്സരിക്കുന്ന രണ്ട് പാർട്ടികളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒന്നും ചോദിക്കാത്തത്. അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ചുമതല എന്ന ഒരു വാക്കും ഒരു കാര്യവും ബഹുമാനപ്പെട്ട വാസവൻജിയും വീണാർ ജോർജും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം അത് പഠിക്കാനും, കഴിഞ്ഞ 9 കൊല്ലം മുമ്പേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനാവാത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന്. അദ്ദേഹം പറഞ്ഞതെന്നാണ്, ജനങ്ങൾക്ക് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണത്. അത് ഇന്നും നടക്കില്ലേ? നടക്കണ്ടേ? രാജിവെക്കണം, അത് നിർബന്ധമാണ്. ഈ അന്വേഷണം കഴിയണ വരെ ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കണം. അത് ഞങ്ങളുടെ ഡിമാൻഡാണ്. ഇന്ന് ഞങ്ങൾ 3 ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നു. ഒന്ന്, ബിന്ദുവിന്റെ കുടുംബം അവർക്ക് ഒരു 25 ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം. ബിന്ദുവിന്റെ മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം. ഈ ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം, ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത്, ഏത് മന്ത്രിയാണ്, അത് PWD ആണോ, അത് ആരോഗ്യമന്ത്രിയാണോ, രണ്ടാളാണോ, അതിൻ്റെ ഒരു അന്വേഷണം നടക്കണം. അത് ഞങ്ങളുടെ രണ്ടാമത്തെ ഡിമാൻഡ്. മൂന്നാമത്തെ ഡിമാൻഡ്, നാടിൻ്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രിയുടെ ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടത്തണം. അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ BJP NDAന്റെ ഒരു ടീം എല്ലാ ജില്ലയിലും ജില്ലാ ആശുപത്രിയുടെ ഓഡിറ്റ് ഞങ്ങൾ നടത്തി അതിന് പബ്ലിഷ് ചെയ്യും. അപ്പോ ഇത് ഒരു നിസ്സാരം ഒരു രാഷ്ട്രീയ ഒരു ഇവന്റ് അല്ല. ബിന്ദുവിനും നീതി നൽകാനും ആരോഗ്യ മേഖലയെ കുറിച്ച് ജനങ്ങളെ ഈ CPM-ഉം കോൺഗ്രസ് ചെയ്ത വഞ്ചനയും അതിനെക്കുറിച്ച് മുമ്പോട്ട് വയ്ക്കാനാണ് BJP NDA ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കണ വരെ ഞങ്ങൾ സമരം ചെയ്യും. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരത് മാതാ കി, ഭാരത് മാതാ കി. വളരെയേറെ വേദനയും പ്രതിഷേധവും കടിച്ചിറക്കിക്കൊണ്ടാണ് ഈ സമരത്തിൽ ആയിരക്കണക്കായ BJPയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. 2013 PWD ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വ്യക്തമായി ഈ കെട്ടിടം അൺഫിറ്റാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ 2013 എന്ന് പറയുമ്പോൾ 7, 5, 12 വർഷം മുമ്പ് ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ ഈ കെട്ടിടത്തിൽ എന്തുകൊണ്ട് രോഗികളെ കിടത്തി, എന്തുകൊണ്ട് ആളുകളെ താമസിക്കാൻ അനുവദിച്ചു എന്നതിനെപ്പറ്റി കൂടി അന്വേഷിക്കേണ്ടി വരും. ഇത് പ്രതിസ്ഥാനത്ത് വരുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി മാത്രമല്ല, ഇവിടുത്തെ PWD മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? എല്ലാ വർഷവും അറിഞ്ഞിരിക്കണം, എല്ലാ വർഷവും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഓഡിറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് PWD കൊടുക്കുന്നതാണ് DMOയ്ക്ക്. അങ്ങനെ വരുമ്പോൾ ഈ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മുഴുവൻ അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തിച്ചില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ ഉണ്ടായിട്ട് ഈ സംഭവം നടക്കുമ്പോൾ കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി അന്ന് തന്നെ ഓടി തിരുവനന്തപുരത്ത് ചെന്ന് ചാടി വിമാനത്തെ കയറി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്ക ചെന്നിട്ടോ ഇവിടെ മുഴുവൻ പ്രളയമായിരുന്നു. ഇദ്ദേഹം അമേരിക്കയിൽ ചെന്നപ്പോൾ പ്രളയം മൂത്ത് 76 പേര് ഇപ്പോൾ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വർത്തമാനം പറയുന്ന കാര്യം, ഇങ്ങനെ പാപി ചെല്ലുന്നിടം പാതാളം, ഇങ്ങനെ ചെന്നിടം മുഴുവൻ നശിക്കുക. ആ നിലയ്ക്ക് കേരളത്തെ നശിപ്പിക്കാതെ അദ്ദേഹം തൻ്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ച് മാറി ജനങ്ങളോട് നീതി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊരു ചെറിയ കാര്യം ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇവിടെ ഒരു CPM രാജി നടപ്പാക്കും, ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കൊണ്ടുപോകാം എന്ന നിലയിലൊക്കെ പോകുന്നത് നാണംകെട്ട പരിപാടിയാണ്.
സമരക്കാരെ അടിച്ചൊതുക്കുമെന്നുള്ള വീണ്ടും കൊണ്ട് DYFI-യും CPM-ഉം നീങ്ങിയാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ BJP ഉണ്ടാവും എന്ന് നിങ്ങൾ അറിയാം. അത് നിങ്ങൾ പാവപ്പെട്ട കോൺഗ്രസ്സുകാരനെ താടക്കി തട്ടുന്ന പോലല്ല, അതിനൊക്കെ അപ്പുറത്തുള്ള സംഭവമായിരിക്കുമെന്ന് CPM-ന്റെ സഹാക്കന്മാരെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയം വേണ്ട. ഇതിന്റെ ഉത്തരവാദികൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ ഇതിന്റെ ഉത്തരവാദികൾ സംസ്ഥാന മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുന്ന സമയം വരെയും സമരവുമായി മുമ്പോട്ട് പോകും. ആ സമരത്തിൽ നിങ്ങൾ എല്ലാവരും അണിചേരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്നിരിക്കുന്നു. നമ്മുടെ രാധാകൃഷ്ണൻ മേനോൻ ഉൾപ്പെടെ, പ്രത്യേകിച്ച് നമ്മുടെ ലിജിൻലാൽ, നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് പ്രസിഡന്റുമാരായ ലിജിൻലാൽ, റോഹിത് ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. മുഴുവൻ നേതാക്കന്മാരുടെ പേര് ഞാൻ പറയുന്നില്ല. മുഴുവൻ നേതാക്കന്മാരും സമരരംഗത്തെത്തിയിരിക്കുന്നു. ഇവരുടെ പോലീസിന്റെ വെള്ളം ചീറ്റിയിലൊക്കെ അവരുടെ കൈവച്ചാൽ മതി, ഞങ്ങളാരും ഓടുകയാണ്. വെറുതെ പോലീസുകാർ ആരോഗ്യം കളയരുത്. നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ്. നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളിൽ DYFI-ക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊള്ളുക. ബാക്കിയുള്ള പോലീസുകാർ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത് എന്നുകൂടി അവരെ ഉപദേശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇത്രമാത്രം രൂക്ഷമായി പ്രശ്നത്തിൽ പ്രതികരിക്കാതെ നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ നീയൊക്കെ മനുഷ്യനാണോ എന്ന് കോൺഗ്രസിനോട് വളരെ എളിമയോടുകൂടി ചോദിക്കുകയാണ്. കോൺഗ്രസും നിങ്ങൾ മനസ്സിലാക്കണം, കേരളം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വീതിച്ചെടുത്ത് ആരെയും പ്രവേശിപ്പിക്കാതെ പ്രവർത്തിക്കുകയാണ്. അതിനിടയിലൂടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ BJP കേരളം പിടിച്ചടക്കുന്ന നാള് ഉടനുണ്ടാവും. അതിനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.